എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം ഫിനാൻസിലെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്ജക്റ്റിലെ 4th മൊഡ്യൂളായ പോർട്ട്ഫോളിയോ അനാലിസിസ് ആണ്. നമുക്കിത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഇന്നത്തെ ഓഡിറ്റിംഗ് എക്സാം നമ്മുടെ നോട്ട്സും വീഡിയോസും റെഫർ ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ ഓഡിറ്റിങ്ങിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ വീഡിയോസ് മെറ്റീരിയലെല്ലാം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് നിങ്ങളുടെ 6th സെം പഠിക്കുന്ന ക്ലാസ്മേറ്റ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. പോർട്ട്ഫോളിയോ അനാലിസിസ് ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ കീ പോയിൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിലെ എല്ലാ ടേംസും എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ഒരൊറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്, ഒരുപാട് സെക്യൂരിറ്റീസിൻ്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അത് അസറ്റ് ആവാം, ഗോൾഡ് ആവാം, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള സെക്യൂരിറ്റീസും ആവാം. കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ടുഗദർ ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സെക്യൂരിറ്റീസിനെ കളക്ട് ചെയ്ത് ഒരു കൂട്ടമാക്കി വെച്ചിട്ടുള്ളതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇതിലെ കീ വേർഡ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ടുഗദർ ഫോർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് കളക്ട് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ബാക്കി നിങ്ങൾ എഴുതുമല്ലോ, പോർട്ട്ഫോളിയോ ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ദെൻ ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോ. ചിലപ്പോൾ ടൈപ്സ് 5 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ ഇതിലെ ഓരോ ടൈപ്പും സെപ്പറേറ്റ് എടുത്തെടുത്ത് 2 മാർക്കിനും ചോദിക്കും. ദർ ആർ മെയിൻലി 5 ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ്. പേരോർത്ത് വയ്ക്കുക: അഗ്രസീവ് പോർട്ട്ഫോളിയോ, കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ, ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ, 4ാമത്തത് അവിടെ ഉണ്ട്, ബോൾഡ് ചെയ്യാൻ വിട്ടുപോയതാണ്, ഇൻകം പോർട്ട്ഫോളിയോ, ദെൻ എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കൂടെ എഴുതാം 6ാമതായിട്ട്. എന്നാലും നമുക്ക് 5 മാർക്കിന് 5 ടൈപ്പ് പഠിച്ചു വെക്കാം. ഓരോന്നിനും കീവേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ അഗ്രസീവ്, കൺസർവേറ്റീവ്, ഡിഫെൻസീവ്, ഇൻകം ആൻഡ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ദ ഫസ്റ്റ് വൺ ഈസ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. അഗ്രസീവ്, ആ പേരിൽ തന്നെ ഉണ്ട്. അഗ്രസീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അഗ്രസീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് എടുത്തിട്ട് ഹൈ റിട്ടേൺ കിട്ടുന്ന പോർട്ട്ഫോളിയോ ആണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. ഞാൻ അങ്ങേയറ്റം വരെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് എന്ത് കിട്ടണം, റിട്ടേണും കിട്ടണം. ഹൈ റിസ്ക് ഹൈ റിട്ടേൺ. അങ്ങനെ അഗ്രസീവായിട്ടുള്ള, നമ്മൾ ചില ആളുകളെ പറയില്ലേ, അവൻ ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണെന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ എത്ര റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്, എനിക്ക് അത്രയ്ക്ക് റിട്ടേൺ കിട്ടുകയും വേണം. അതാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. അപ്പോൾ 1ാമത്തെ പോർട്ട്ഫോളിയോയുടെ ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വിച്ച് ഈസ് അഗ്രസീവ് പോർട്ട്ഫോളിയോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് എന്താ, അഗ്രസീവ് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഹൈ റിട്ടേൺ ഹൈ റിസ്ക്. അഗ്രസീവ് ഈസ് ഈക്വൽ ടു ഹൈ റിട്ടേൺ ഹൈ റിസ്ക്. അടുത്തതാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. അപ്പം നിങ്ങൾക്ക് ഹൈ റിട്ടേൺ ഹൈ റിസ്ക് എന്ന് ഓർത്ത് വെച്ചാൽ അതിൻ്റെ കൂടെ നിങ്ങൾ പിന്നെ അത് വികസിപ്പിച്ചങ്ങ് എഴുതണം. എങ്ങനെ എഴുതും നിങ്ങൾ? Another important type of portfolio is aggressive portfolio. It is a type of portfolio which maximize return by maximize risk. Okay. അപ്പോൾ ഹൈ റിട്ടേണും ഹൈ റിസ്ക്കും എവിടെ ഉണ്ടാവണം, അഗ്രസീവ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണം. കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ റിസ്ക്, അധികം റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല, ഒരു ആവറേജ് റിട്ടേണും കിട്ടിയാൽ മതി. അതിനെയാണ് എന്ത് പറയുന്നത്, കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. ചില ആളുകൾ ഉണ്ടാവില്ലേ, വലിയ റിസ്ക് ഒന്നും എടുക്കാം, നിങ്ങൾ തന്നെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള മാർക്ക് മതി, O ഗ്രേഡ് ഒന്നും വേണ്ട, അത്യാവശ്യം ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ വായിച്ചു വെച്ചിട്ടുണ്ട്, ഒരു B ഗ്രേഡോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി, പാസ്സാവലല്ല ഒരു B ഗ്രേഡൊക്കെ കിട്ടിയാൽ മതി, സാറ്റിസ്ഫൈഡ് ആണ്. അത്തരത്തിലുള്ളതാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. അധികം റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല, ഒരു ആവറേജ് റിട്ടേൺ കിട്ടിയാൽ മതി. അടുത്തത് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോക്കാർ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്കൊരു സ്റ്റേബിൾ ഡിവിഡൻഡ് കിട്ടിയാൽ മതി. ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ഡിവിഡൻഡ്, ഡിഫെൻസീവ് പോർട്ട്ഫോളിയോയിൽ ഡി ഓർത്താൽ മതി. എന്ത് ഡി എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ്, ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് കിട്ടിയാൽ മതി, അല്ലാതെ അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല.
ഇൻകം പോർട്ട്ഫോളിയോയിൽ പറയുന്നത് റെഗുലർ ഇൻകം കിട്ടിയാൽ മതി. അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇൻകം പോർട്ട്ഫോളിയോയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്താണ്? റെഗുലർ ഇൻകം ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതിനെയാണ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഹൈ റിട്ടേൺ ആണ്, ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഇതാണ് ഒറിജിനൽ പോർട്ട്ഫോളിയോ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. ഓവറായിട്ട് അഗ്രസീവ് പോലെ ആരും റിസ്ക് എടുക്കുന്നില്ല. ഒരുവിധം റിസ്ക് എടുക്കാം, പക്ഷെ എന്തുണ്ടാവണം? ഹൈ റിട്ടേൺ കിട്ടണം. ഇതാണ് പോർട്ട്ഫോളിയോയുടെ ടൈപ്പ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. പോർട്ട്ഫോളിയോ എന്താണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. 5 തരത്തിലുള്ള പോർട്ട്ഫോളിയോ ആണുള്ളത്. അതിലൊന്നാമത്തത് അഗ്രസീവ്, ഹൈ റിട്ടേൺ, ഹൈ റിസ്ക്. കൺസർവേറ്റീവോ ആവറേജ് റിട്ടേൺ, ആവറേജ് റിസ്ക്. ഡിഫെൻസീവോ സ്റ്റേബിൾ ഡിവിഡൻഡ്. ഇൻകം പോർട്ട്ഫോളിയോ റെഗുലർ ഇൻകം. എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക് എടുക്കും, ഹൈ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് പോർട്ട്ഫോളിയോ അനാലിസിസ്? പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണെന്ന് ചോദിക്കും. പോർട്ട്ഫോളിയോ അനാലിസിസ് ഒറ്റ ലൈനിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? പോർട്ട്ഫോളിയോ അനാലിസിസ് മീൻസ് അനാലിസിസ് ഓഫ് പോർട്ട്ഫോളിയോ. നമ്മുടെ പോർട്ട്ഫോളിയോനെ അനലൈസ് ചെയ്യുന്നതിനെ, അനാലിസിസ് നടത്തുന്നതിനെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പോർട്ട്ഫോളിയോ ഈസ് കോൾഡ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ഓരോ പോർട്ട്ഫോളിയോയിലും എത്രയാണ് റിസ്ക് എന്നും എത്രയാണ് റിട്ടേൺ എന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് പോർട്ട്ഫോളിയോ എന്ന് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എസ്റ്റിമേറ്റിംഗ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ. അത് മതി, കറക്റ്റ് കഴിഞ്ഞു. എസ്റ്റിമേറ്റിംഗ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എ പോർട്ട്ഫോളിയോ ഇസ് കോൾഡ് പോർട്ട്ഫോളിയോ അനാലിസിസ്. പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ റിസ്ക്കും റിട്ടേണും എസ്റ്റിമേറ്റ് ചെയ്യുന്നു, കഴിഞ്ഞു. പോർട്ട്ഫോളിയോൻ്റെ റിസ്ക്കും റിട്ടേണും എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഫോർ ആൻ ഇൻഡിവിജ്വൽ ഇൻ ടേംസ് ഓഫ് ലേസ് റിസ്ക് ആൻഡ് മാക്സിമം റിട്ടേൺ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റ് തന്നെ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഒറ്റ ലൈനിൽ നമുക്ക് എങ്ങനെ പറയാം? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ. അങ്ങനെ എഴുതിയാൽ 1/2 മാർക്ക് മാത്രമേ കിട്ടുള്ളൂ, എന്നാൽ അരയ്ക്ക് വേണ്ടിയിട്ട് എഴുതിക്കോളൂ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പോർട്ട്ഫോളിയോ അനാലിസിസ് ആയാലും മാനേജ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ടൈപ്സ് ആണെങ്കിലും എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഒരുവിധ ആൾക്കാർക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. റിസ്ക്കും റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റും അനാലിസിസും ഒക്കെ മീനിങ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തുണ്ടായിരിക്കണം? റിസ്ക്കും റിട്ടേണും ഉണ്ടായിരിക്കണം. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിലെന്താണ് നമ്മൾ ഒരു ഗിവൺ റിസ്കിൽ, കുറഞ്ഞ റിസ്കിൽ, ലീസ്റ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞ റിസ്കിൽ മാക്സിമം റിട്ടേൺ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ആർട്ടിനെയാണെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഓൺ ദ ബേസിസ് ഓഫ് ലീസ്റ്റ് റിസ്ക് ആൻഡ് മാക്സിമം റിട്ടേൺ. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ലീസ്റ്റ് റിസ്ക് ആണ്, മാക്സിമം റിട്ടേൺ ആണ് എന്നുള്ള കാര്യം. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, നീഡ്, ഒബ്ജക്റ്റീവ് ഒക്കെ എന്താണ്? സ്റ്റേബിൾ കറണ്ട് റിട്ടേൺ. അത് നമുക്കതിൽ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടണം. മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ക്യാപിറ്റൽ ഗ്രോത്ത്, സേഫ്റ്റി. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം സേഫ്റ്റി, ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഒബ്ജക്റ്റീവോ ഫീച്ചേഴ്സോ അഡ്വാൻറ്റേജോ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് സേഫ്റ്റിയും അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനും ലിക്വിഡിറ്റിയും മാർക്കറ്റബിലിറ്റിയും. അത് എവിടെ വേണമെങ്കിലും, ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സോ കാര്യങ്ങളോ ആ ടേമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും ക്യാപിറ്റൽ ഗ്രോത്തും സേഫ്റ്റിയും ഡൈവേഴ്സിഫിക്കേഷനും ഈ 5 പോയിന്റ് എവിടെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അടുത്തതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്. സ്റ്റെപ്പ് ചോദിച്ചാലും സ്റ്റേജ് ചോദിച്ചാലും ഫേസസ് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് തന്നെ പഠിച്ചു വെക്കുക. ഇതിൽ എളുപ്പവഴിയൊന്നുമില്ല. ഈ പോയിന്റ് 7 ബൈ ഹാർട്ട് തന്നെ പഠിച്ചോളൂ. ഇപ്പം തന്നെ എൻ്റെ കൂടെ പഠിച്ചോ.
പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഒന്നാം ഘട്ടം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ഒരു കാര്യം, ഇതിന് എക്സ്പ്ലനേഷൻ എഴുതണം. ആദ്യം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ എന്താണെന്ന് എഴുതുക, കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതുക, പ്രോസസ് ഓഫ് സെലക്ടിങ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലീസ്റ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ. ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ 7 സ്റ്റെപ്പ് എഴുതുക. ഓരോ സ്റ്റെപ്പിനും ഒരു 1 or 2 ലൈൻ എക്സ്പ്ലനേഷനും കൊടുക്കുക. ഒന്നാമത്തത് എന്താണ്? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. രണ്ടാമത്തതോ അസറ്റ് മിക്സ് സെലക്ട് ചെയ്യുക. മൂന്നാമത്തത് ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. നമുക്കൊരു പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം. പിന്നെ പോർട്ട്ഫോളിയോ അനാലിസിസ് ആണ്. സെക്യൂരിറ്റി അനാലിസിസ് എന്ന് കൊടുത്തതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോർട്ട്ഫോളിയോ എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോവാം. പോർട്ട്ഫോളിയോ അനാലിസിസ്, പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ, പെർഫോമൻസ് ഇവാലുവേഷൻ. ഇതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. അപ്പോൾ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ്, ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി, സെക്യൂരിറ്റി അനാലിസിസ്, പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ, പോർട്ട്ഫോളിയോ റിവിഷൻ, ഇവാലുവേഷൻ. അടുത്തൊരു ടേമാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിംഗ് മണി ഇൻ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇൻ ഓർഡർ ടു മിനിമൈസ് ദി ഓവറോൾ റിസ്ക് ഓഫ് ദി പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 50 രൂപ ഉണ്ട്. ഞാൻ 50 രൂപ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ, ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ബാങ്ക് പൊട്ടിപ്പോയാൽ എൻ്റെ 50 രൂപയും പോയില്ലേ? അതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ കയ്യിലുള്ള 50 രൂപ 10 രൂപ ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചു, 10 രൂപ ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു, 10 രൂപ ബാങ്കിൽ കൊടുത്തു, ബാക്കി 20 രൂപ ഞാൻ വേറെ എവിടെയെങ്കിലും നിക്ഷേപിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഫുള്ളും ഞാൻ 50 രൂപ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അവിടെ നഷ്ടം സംഭവിച്ചാൽ അത് മൊത്തം പോകും. അപ്പോൾ എൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ കണ്ടാൽ മിനിമൈസേഷൻ ഓഫ് റിസ്ക്, ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, പഠിച്ചോളൂ. ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സേഫ്റ്റി എല്ലാത്തിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സേഫ്റ്റി, ക്യാപിറ്റൽ ഗ്രോത്ത്, അത് തന്നെ ഇവിടെ എഴുതിയാലും മതി. ഡിസഡ്വാൻറ്റേജസും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്തതാണ് മാർക്കോവിറ്റ്സ് മോഡൽ. ഇപ്പോൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് കത്തില്ല, ഞാനത് ചുരുക്കി എളുപ്പത്തിൽ പോയിന്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാരി മാർക്കോവിറ്റ്സ് ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നത്. ചിലപ്പം ചോദിക്കും എക്സ്പ്ലെയിൻ മാർക്കോവിറ്റ്സ് മോഡൽ ഓഫ് പോർട്ട്ഫോളിയോ എന്ന്. അപ്പം നിങ്ങൾ ഒന്നാമത്തെ ലൈൻ ഇത് എഴുതുക. ഹാരി മാർക്കോവിറ്റ്സ് ആണ് ഇങ്ങനെ ഒരു മോഡൽ കൊണ്ടുവന്നത്. അപ്പോൾ ദിസ് മോഡൽ പ്രൊപ്പൗണ്ടഡ് ബൈ ഹാരി മാർക്കോവിറ്റ്സ്. ഏത് വർഷമാണ്? ദിസ് മോഡൽ പ്രൊപ്പൗണ്ടഡ് ഇൻ ദി ഇയർ 1952. ഒന്നാമത്തെ പോയിന്റ് എന്തായി? ഹാരി മാർക്കോവിറ്റ്സ് ആണ് മാർക്കോവിറ്റ്സ് മോഡൽ കൊണ്ടുവന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്തായി? 1952 ഇങ്ങനെ ഒരു മോഡൽ കൊണ്ടുവന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് അസിസ്റ്റ് ഇൻ സെലക്ഷൻ ഓഫ് മോസ്റ്റ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഓഫ് ഗിവൺ സെക്യൂരിറ്റീസ്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് മാർക്കോവിറ്റ്സ് മോഡൽ. അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സെലക്ടിങ് എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഗിവൺ സെക്യൂരിറ്റീസ്, നമുക്ക് നൽകിയിട്ടുള്ള സെക്യൂരിറ്റീസിൽ നിന്ന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ അതൊരു മോഡലിനെയാണ് നമ്മൾ മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ഷോ ഇൻവെസ്റ്റേഴ്സ് ഹൗ ടു റെഡ്യൂസ് ദെയർ റിസ്ക്. ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് അവരുടെ റിസ്ക് കുറയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് മാർക്കോവിറ്റ്സ് മോഡലിൽ പറയുന്നത്. ദിസ് മോഡൽ ഈസ് ഓൾസോ കോൾഡ് മീൻ വാരിയൻസ് മോഡൽ. ഇനി 2 മാർക്കിനൊക്കെ മാർക്കോവിറ്റ്സ് മോഡൽ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ് എഴുതിയാൽ മതി. ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്തു തരാം. ഒന്ന്, മാർക്കോവിറ്റ്സ് മോഡൽ കൊണ്ടുവന്നത് പ്രൊപ്പൗണ്ട് ചെയ്തത് ആരാണ്? ഹാരി മാർക്കോവിറ്റ്സ് ആണ്. രണ്ടാമത് 1952 ഈ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. മൂന്നാമത് ഈ മോഡൽ ഉദ്ദേശിക്കുന്നത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയുടെ സെലക്ഷൻ ആണ്. നാലാമത്തത് എങ്ങനെയാണ് ഇൻവെസ്റ്റർ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് ഈ മോഡൽ കാണിക്കുന്നുണ്ട്. ഈ മോഡൽ മീൻ വാരിയൻസ് അനാലിസിസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ മോഡലിൻ്റെ അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ വരെ ചോദിക്കാം. റിട്ടേൺ ഫ്രം ഓൾ ദി അസറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് നോർമലി. എല്ലാ അസറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസും നോർമലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
ഇൻവെസ്റ്റേഴ്സ് റാഷണൽ ആയിരിക്കും. ഇത് ഏത് തിയറീൻ്റെ, നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് തിയറീസ് നമുക്ക് ഈ മൊഡ്യൂളിലൊക്കെ പഠിക്കാനുണ്ട്. ഈ സബ്ജക്റ്റിൽ എല്ലാത്തിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ കുറച്ച് അസംഷനാണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റാഷണൽ ആയിരിക്കും, ഇമോഷണൽ അല്ല. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ദ ആക്സസ് ടു സെയിം ഇൻഫർമേഷൻ. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സെയിം ഇൻഫർമേഷൻ ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവിങ് ദ സെയിം വ്യൂ ഓൺ റേറ്റ് ഓൺ എക്സ്പെക്റ്റഡ്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ദെൻ റാൻഡം വാക്ക് തിയറി, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു മാത്തമാറ്റിക്കൽ മോഡലാണ് റാൻഡം വാക്ക് തിയറി. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു മാത്തമാറ്റിക്കൽ മോഡലാണ് റാൻഡം വാക്ക് തിയറി. ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് this theory advocate that the prices of securities of stock market follow a random walk. ഇപ്പോൾ റാൻഡം വാക്ക് തിയറി ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ഈ തിയറിയിൽ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്യൂരിറ്റീൻ്റെ പ്രൈസിനൊരു റാൻഡം വോക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി അതിൻ്റെ ബേസിസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ അസംഷൻസ് ഒന്ന് നോക്കുക. മാർക്കറ്റ് സുപ്രീമാണ്, ഇൻവെസ്റ്റേഴ്സ് റാഷണലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റേഴ്സ് റാഷണലാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതൊക്കെ എല്ലാത്തിലും കോമൺ ആയിട്ട് എഴുതാം. അടുത്തത് EMH, എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ്. ഇതൊരു ഫിനാൻഷ്യൽ തിയറിയാണ്. അപ്പോൾ അതിൻ്റെ അസംഷൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ എഴുതിയാൽ മതി. ഈ ഫോംസ് 3 ഫോം ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിന് വീക്ക് ഫോമും സെമി സ്ട്രോങ് ഫോമും സ്ട്രോങ് ഫോമും, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒപ്റ്റിമൽ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ റിട്ടേൺ, അതുപോലെ കോവേരിയൻസ്. പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന റിസ്കിനെയാണ് പോർട്ട്ഫോളിയോ റിസ്ക്. പോർട്ട്ഫോളിയോയിൽ നിന്നുണ്ടാകുന്ന ഗെയിൻ, അതാണ് പോർട്ട്ഫോളിയോ റിട്ടേൺ. കോവേരിയൻസ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. അപ്പോൾ തിയറീസ് 3 ഞാനൊന്ന് ഒപ്പിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം അത് 3ൻ്റെ അസംഷൻസ് ഒക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, ഒരു 5 പോയിന്റ് പഠിച്ചാൽ മതി. അങ്ങനെ കോമൺ ആയിട്ട് പോയിന്റ് വേണ്ടവരൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ, നമുക്കിപ്പോൾ അത് ഒഫീഷ്യലി ഞാൻ നമ്മളെ ടെലഗ്രാം ചാനലിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഡൗട്ട് ഉള്ളവർ, എക്സാമിന് വേണ്ടി മാത്രം നോക്കുന്നവർ, അങ്ങനെ ഒപ്പിച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ തിയറിക്കും കോമൺ ആയിട്ടുള്ള അസംഷൻസും കാര്യങ്ങളും വേണ്ടവർ ഇതാ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ആദ്യത്തെ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം, അത് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.